here when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make it. നമസ്കാരം സർ. നമസ്കാരം. ഈ അടുത്ത കുറച്ച് വർഷങ്ങളായി KLC എന്ന സംഘടന ഇന്ത്യയും കടന്ന് ചില വിദേശ രാജ്യങ്ങളിൽ വരെ അറിയപ്പെടുന്നതായി കണ്ടു. പ്രവർത്തനം കൊണ്ടും സാമൂഹ്യ ഇടപെടൽ കൊണ്ടും KLC എന്ന സംഘടന ഒരു കുതിച്ചുചാട്ടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ അടുത്ത് കേട്ടുന്ന ഒരു അനൗൺസ്മെൻ്റാണ് ലീഡേഴ്സ് ഫണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ ലീഡേഴ്സ് ഫണ്ട് എന്നതൊരു പദ്ധതിയായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, നിലവിൽ സംഘടനയ്ക്ക് നിരവധി നേതാക്കളുണ്ട്. അത് രൂപതാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു തുടർച്ച യൂണിറ്റ് തലത്തിലും വരുമല്ലോ. യൂണിറ്റ് തലത്തിലുണ്ട്, മേഖലാ തലത്തിൽ ഫെറോനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണമെന്ന ഉദ്ദേശത്തിലാണ് ഈ ലീഡേഴ്സ് ഫണ്ട് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അത് തുടർച്ച എന്ന് പറയുന്നത് സമസ്ത മേഖലയിലും ഇടപെടുന്ന അതിന് കഴിവുള്ള തരത്തിലുള്ള ആളുകളെ, ചെറുപ്പക്കാരെ ഉൾപ്പെടെ. ഇപ്പം നമ്മളൊരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ സമുദായ സംഘടനയാണല്ലോ KLC. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് സമുദായ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണെന്ന് ആളുകൾക്ക് ഒരു അറിവ് കിട്ടണം. അങ്ങ് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാകും, CRZ ഉൾപ്പെടെയുള്ള ഗുണമുള്ള കാര്യങ്ങളാണ്. ഈ ഭരണഘടനാപരമായ ബാധ്യത എന്ന് ഞാൻ പറയാൻ കാരണം, അത് കേവലം ഒരു സമുദായ സംഘടനാ പ്രവർത്തനമല്ല. രാജ്യത്തിൻ്റെ ഭരണഘടന വിവിധ വിഭാഗങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വിഭാഗങ്ങൾ ആരൊക്കെയാണ്, അവർക്ക് വേണ്ടിയാണ്, അവരിലൂടെയാണ് ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നത്. അതുപോലെ ലാറ്റിൻ കാത്തലിക് എന്ന് പറയുന്ന സമുദായം രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന, കേരളത്തിലെ മറ്റു റവന്യൂ രേഖകളിൽ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. ആ വിഭാഗത്തിന് ഉദ്യോഗ സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായും മറ്റു പല മേഖലകളിലും പ്രാതിനിധ്യം കിട്ടാനുണ്ട്. ആ പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വിഭാഗത്തിലെ ആളുകൾ ആരൊക്കെയാണ്, ആ വിഭാഗത്തിന് എങ്ങനെയൊക്കെ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്, ആ രീതിയിലൊരു കണക്കെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആ കണക്കെടുപ്പും അല്ലെങ്കിൽ ആ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുപറ്റം ആളുകൾ ആവശ്യമാണ്. അപ്പോൾ സഭയ്ക്ക് വിശ്വാസപരമായ നേതൃത്വമുണ്ട്. ആ വിശ്വാസപരമായ നേതൃത്വത്തോട് കൂടി ചേർന്നുകൊണ്ട് സഭ എന്ന വിശ്വാസ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ, ആ ആളുകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യം ഉറപ്പു തരുന്ന പ്രാതിനിധ്യം, ആ പ്രാതിനിധ്യം വാങ്ങിച്ചെടുക്കാൻ ആ വിഭാഗത്തിലെ ആളുകളുടെ കൂട്ടായ്മയും സംഘടിത രൂപവും മുന്നേറ്റവും ആവശ്യമാണ്. ഇത് ഞങ്ങൾ വരുന്നത്, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, ആ ഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങളാൽ തന്നെ സംഘടിക്കുന്നു എന്ന രീതിയിലേക്ക് വരികയാണ്. അങ്ങനെ ബോധ്യമുള്ള കുറേ ആളുകളെ സംഘടിപ്പിച്ച് ഒരു തുടർച്ചയ്ക്ക് വേണ്ടി അവരെ സജ്ജരാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിലവിൽ അത്തരം നേതാക്കളുടെ അഭാവമുണ്ടോ, അല്ലെങ്കിൽ അത്തരം നേതാക്കളുടെ കുറവ് നമ്മളുടെ സമുദായത്തിനോ ഈ സംഘടനയ്ക്കോ ഉണ്ടോ? ഇല്ല, നിലവിൽ നമുക്ക് ഒരുപാട് നേതാക്കളുണ്ട്. ഞാൻ പറഞ്ഞില്ല, രൂപത, സംസ്ഥാനം, യൂണിറ്റൊക്കെ നേതാക്കളുണ്ട്. പക്ഷേ ഈ നേതാക്കൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ടേം കഴിഞ്ഞ് അവർ പോവാൻ. ഇപ്പോൾ KLCയുടെ ബൈലോ അനുസരിച്ച് 2 ടേമിൽ കൂടുതൽ തുടർച്ചയായി ഭാരവാഹിത്വത്തിലേക്ക് പാടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം അവർ വരുന്നു, ഏതെങ്കിലും സമിതിയിൽ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നു, പിന്നെ അവർ മാറിപ്പോവാൻ. അപ്പോൾ നമുക്ക് ആ ബൈലോ അനുസരിച്ച് പോകുമ്പോൾ തന്നെ അതിന് പിന്തുടർന്ന് വരാനുള്ള ഒരു തുടർച്ച ആവശ്യമുണ്ട്. ആ തുടർച്ചയിലേക്ക് വരുന്നവർ വീണ്ടും ഫ്രഷായി വന്ന് അവരുടേതായ ഒരു കർമ്മപദ്ധതിയിലേക്ക് പോകലല്ല. എന്താണോ ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു തുടർച്ച, ആ തുടർച്ച ഉണ്ടാകണമെങ്കിൽ നേതൃത്വത്തിനൊരു തുടർച്ച ഉണ്ടാകണം. അപ്പോൾ അതൊന്ന് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി പല ആളുകളെ നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് പുതിയ ലീഡേഴ്സ് ഫണ്ട് എന്നുള്ള പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലീഡേഴ്സ് ഫണ്ട് കൊണ്ട് അതിൻ്റെ ഒരു പരിശീലനം കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിലൂടെ തിരഞ്ഞെടുക്കുന്നത്? അത് സെലക്ഷൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ 12 രൂപതകളിലെയും ആളുകൾക്ക് അവസരം കിട്ടുന്ന രീതിയിൽ അവർ അതത് രൂപതാ സമിതിയുടെ അറിവോടുകൂടിയും അവരുടെ സമ്മർദ്ദത്തോടു കൂടിയും ഇതിലേക്ക് വരുന്ന രീതിയിൽ ആളുകളെ തിരഞ്ഞെടുക്കാൻ ഒരു ലീഡേഴ്സ് ഫണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതിപ്പോൾ ഒരു സ്വഭാവം എങ്ങനെയാണ്? നമ്മൾ അവർക്ക് ചോദ്യം കൊടുക്കും. ആർക്കും പങ്കെടുക്കാവുന്ന, KLC അംഗങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന, പക്ഷേ അത് രൂപതാ നേതൃത്വത്തിന് അറിവോടുകൂടി പങ്കെടുക്കാവുന്ന ഒരു ചോദ്യാവലി ഗൂഗിൾ ഫോം വഴി നമ്മൾ കൊടുക്കും. ഗൂഗിൾ ഫോർമാറ്റിൽ കൊടുക്കും. അവരത് ഫില്ല് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടിനി ചെയ്തെടുക്കും. അവരുടെ അഭിരുചിയും അവരുടെ സമുദായത്തോടുള്ള താല്പര്യവും അതൊക്കെ നോക്കിയെടുത്ത് നമ്മൾ നിശ്ചിത എണ്ണം, ഇപ്പോൾ ഒരു 50 അല്ലെങ്കിൽ ഒരു 60, ഒരു നിശ്ചിത എണ്ണം ആളുകളിലേക്ക് അത് ചുരുക്കും. ആ ആളുകളെ നമ്മൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം, അത് എല്ലാ മാസവും പരിശീലനം ഉണ്ടാകും. ചിലപ്പോൾ ചിലത് ഓൺലൈനായിരിക്കും, അല്ലെങ്കിൽ നേരിട്ട് ഫിസിക്കലായിരിക്കും. അത് രൂപത തലങ്ങളിലായിരിക്കും അത്തരം പരിശീലന. അത് ഓരോരോ കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തും. അത് സാഹചര്യം അനുസരിച്ച് നടത്തും. പക്ഷേ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ സിലബസ് അനുസരിച്ച് അവരെ പരിശീലിപ്പിക്കും. അപ്പോൾ അവർ പരിശീലനം കഴിയുമ്പോൾ അവർക്കുണ്ടാകേണ്ട ബോധ്യം, രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന വിഭാഗം എന്ന രീതിയിൽ ക്രൈസ്തവ വിശ്വാസികളായി ലത്തീൻ കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ട ആളുകളുടെ നേതൃത്വമാണ് ഞങ്ങൾ.
അതുകൊണ്ട് ഇപ്പോൾ SLC ബുക്കിൽ ലാറ്റിൻ കാത്തലിക് എന്ന് കാസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് നാളെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നലുണ്ടാവണം. കാരണം അയാൾ അങ്ങനെ എഴുതിയത് ഈ വിഭാഗത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ആ വിഭാഗത്തിൻ്റെ ക്ഷേമം അയാൾക്ക് കിട്ടുന്നത് അങ്ങനെ എഴുതിയത് കൊണ്ടാണ്. അപ്പോൾ അത് എഴുതിയത് നിലനിർത്താനും ആ വിഭാഗത്തിനെ സംഘടിപ്പിക്കാനും അയാൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് എന്നൊരു തോന്നൽ അടിസ്ഥാന തലത്തിൽ കൊടുക്കുക എന്നത് കൂടിയാണ് ലക്ഷ്യമാക്കുന്നത്. ഇത്തരം ലീഡേഴ്സ് ക്യാമ്പുകൾ എവിടെയായിരിക്കും? രൂപതലത്തിൽ തന്നെ ആയിരിക്കും സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മളതൊരു ഓഗസ്റ്റ് മാസത്തോടു കൂടി കൊച്ചി കേന്ദ്രീകരിച്ച്, ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഓഗസ്റ്റ് മാസം സ്ഥാപക പ്രസിഡന്റ് KJ ബെർലിയുടെ ഓർമ്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാ ദിനം എന്നുള്ള രീതിയിലും ഇതിൻ്റെ തുടക്കം നടത്താമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രോസസ്സ് നടന്നു വരിക. 12 അംഗ കമ്മിറ്റി ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് നിലവിലെ സംസ്ഥാന സമിതിയെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് എന്തൊക്കെ സബ്ജക്റ്റാണെന്ന് നോക്കി റിസോഴ്സ് ടീമിനെ സംഘടിപ്പിച്ച് ആ ഒരു രീതിയിലാണ്, അങ്ങനെ ഒരു മഡസ് ഓപ്പറാൻഡിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഷിഫ്റ്റ് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങളിത് ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പോൾ KSYM ചെറുപ്പക്കാർക്ക് അതിനകത്ത് അവസരം ഉണ്ടാവും, നിശ്ചിത ചെറുപ്പക്കാർ അതിനകത്ത് ഉണ്ടാവും, മുതിർന്നവരുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ സമുദായ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നൊരു തോന്നൽ കൊടുക്കലാണ് ആദ്യം വേണ്ടത്. അങ്ങ് KLCയുടെ പ്രസിഡന്റായതിനു ശേഷം ഒത്തിരി മാറ്റങ്ങൾ KLCയുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലേക്ക് ഉണ്ടായിട്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായ പ്രവർത്തനം ഞാനായതുകൊണ്ട് തീർച്ചയായും അങ്ങ് ഉൾപ്പെടെ വരുന്ന കമ്മിറ്റി അംഗങ്ങളുടെ ടീം വർക്കിന് മുമ്പും ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അന്ന് തീർച്ചയായും പിന്നെ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസം. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.